നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ബാബു EN കാഞ്ഞിരമറ്റത്ത് നിന്നും. ഞാനൊരു കർഷക തൊഴിലാളിയാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ 1992 മുതൽ ചേർന്നതാണ്. മുടക്കം കൂടാതെ അംശാദായവും അടച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ 65 വയസ്സായി. 60 വയസ്സ് പൂർത്തിയായപ്പോൾ അടച്ച തുക തിരിച്ചു കിട്ടാൻ കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 2020 ഒക്ടോബർ 7-ാം തീയതി അപേക്ഷ കൊടുത്തു. അപേക്ഷയോടൊപ്പം ക്ഷേമനിധി ബോർഡ് ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയിട്ടുമുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ടും ഞാൻ അടച്ച തുക ലഭിച്ചിട്ടില്ല. ഈ തുകയെക്കുറിച്ച് ക്ഷേമനിധി ബോർഡിൽ അന്വേഷിക്കുമ്പോൾ വ്യക്തമായ മറുപടിയൊന്നും ലഭിക്കുന്നില്ല. ഡിവിഷൻ ഓഫീസിലേക്ക് വിളിച്ചാൽ തുക ആയിട്ടില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ആയതിനാൽ ഞാൻ അടച്ച തുക തിരികെ ലഭിക്കുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാവുമോ? കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അടച്ച തുക, അതായത് അധിവർഷ ആനുകൂല്യം കാലാവധി കഴിഞ്ഞിട്ടും ലഭിക്കാത്തത് സംബന്ധിച്ച ഈ പരാതി നിയമവേദി ആലുവ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീനിവാസ് എസുമായി സംസാരിച്ചു. അദ്ദേഹം ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇപ്രകാരമാണ്. ഈ അതിവർഷാനുകൂല്യം 60 വയസ്സ് പൂർത്തിയായിട്ട് അതിവർഷാനുകൂല്യം കൊടുക്കുന്നത് സർക്കാർ ഗ്രാന്റ് കിട്ടുന്ന അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ സർക്കാർ ഗ്രാന്റ് 2018 മാർച്ച് വരെയുള്ള കൊടുക്കാനുള്ള ഫണ്ടേ കിട്ടിയിട്ടുള്ളൂ. 2018 മാർച്ചിൽ അപേക്ഷ കിട്ടിയേക്കുന്ന ആൾക്കാരുടെ, അതായത് 60 വയസ്സ് പൂർത്തിയായിട്ട് നമുക്ക് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കും. അപ്പൊ അങ്ങനെ അപേക്ഷ സമർപ്പിച്ച ഡേറ്റ് ആണ് 2018 മാർച്ച് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുവരെയുള്ളവരുടെ പൈസയാണ് ഇപ്പൊ നമുക്ക് സർക്കാരിന്റെ ഗ്രാന്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അതിനുശേഷമുള്ള ഫണ്ട് വരുന്ന മുറയ്ക്ക് നമുക്ക് അവർക്ക് ലെറ്റർ അയക്കുകയും കത്ത് മുഖേന വിവരം അറിയിക്കുകയും യൂണിയൻ അംഗങ്ങൾ വഴി വിവരം അറിയിക്കുകയും പത്രമാധ്യമങ്ങൾ വഴി വിവരം അറിയിച്ചിട്ട് അവരുടെ ആക്റ്റീവ് ആയിട്ടുള്ള ബാങ്ക് പാസ്ബുക്ക് അന്നേരം ഒന്നുകൂടി മേടിക്കും ഫണ്ട് വരുന്ന മുറയ്ക്ക്. അപ്പൊ 2020 ഫണ്ട് വന്നാരാത്തോണ്ടാണ് ഇപ്പൊ അവർക്ക് അറിയിപ്പ് കൊടുക്കാത്തത്. നമ്മൾ പലതവണ നമുക്ക് ഓരോ ബഡ്ജറ്റിലും നമുക്ക് സർക്കാർ ഇങ്ങനെ അനുവദിച്ചു. പക്ഷേ കോവിഡ് സമയത്തൊക്കെയാണ് ഡിലേ വന്നത്. ഇപ്പൊ 2018 മാർച്ച് വരെ കൊടുക്കാനുള്ള ഫണ്ടേ കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്ത ഫണ്ട് വരുന്നത് നമ്മൾ അടുത്ത ഇതനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കുറച്ച് പൈസ അടയ്ക്കാൻ അനുവദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അനുവദിച്ചു വന്നു കഴിയുമ്പോൾ നമ്മൾ ആ പരിധി അപേക്ഷകളുടെ എണ്ണം നോക്കിയിട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് ഒരു കൃത്യം ഇത് പറയാൻ പറ്റില്ല. അപ്പൊ കൂടുതൽ എമൗണ്ട് അനുവദിക്കുമ്പോൾ നമ്മളനുസരിച്ചിട്ട് കൂടുതൽ അപേക്ഷകൾ പരിഗണിച്ച് വിടുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ 2020 അന്നേരം പെട്ടെന്ന് അടുത്ത ഫണ്ട് വരുമ്പോൾ വിടാൻ പറ്റുമായിരിക്കും. ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതി പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു കൂട്ടം വനിതകളാണ് എഴുതിയിരിക്കുന്നത്. പരാതിക്കാരി ഏകദേശം 150 വീട്ടുകാർക്ക് വേണ്ടിയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ക്ലാസിക് എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിൽ നിന്നും കുറച്ചാളുകൾ ഞങ്ങളുടെ വീടുകളിൽ വരികയും അവരുടെ 3000 രൂപ വില വരുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് 1500 രൂപയ്ക്ക് നൽകാമെന്ന് പറയുകയും ചെയ്തു. അതിന് അവർ വെച്ച നിബന്ധന 3 മിനിറ്റ് കൊണ്ട് 2 കുസൃതി ചോദ്യങ്ങൾക്ക് ശരിയുത്തരം പറയണമെന്നാണ്. ഇതിന്റെ നറുക്കെടുപ്പ് ഒക്ടോബർ 28-ാം തീയതിയാണ് എന്നും അതിനുശേഷം 3000 രൂപ വില വരുന്ന സാധനങ്ങൾ 1500 രൂപയ്ക്ക് നൽകുമെന്നും പറയുകയുണ്ടായി. പിന്നീട് ഇതിനെക്കുറിച്ച് ഈ സ്ഥാപനത്തിൽ അന്വേഷിക്കാൻ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. ഈ സ്ഥാപനത്തിന്റെ തിരുവനന്തപുരത്തുള്ള ഹെഡ് ഓഫീസിന്റെ അഡ്രസ്സിൽ ഒരു രസീത് ഞങ്ങൾക്ക് തരികയും അതിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റും അതിന്റെ വിലയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞങ്ങൾ കാശ് കൊടുത്തതിന് രസീതും അതിൽ അവരുടെ ഫോൺ നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒന്നും തന്നെ ഈ ഫോൺ എടുക്കുന്നില്ല. മാത്രമല്ല പലപ്പോഴും ഈ ഫോൺ സ്വിച്ച് ഓഫുമാണ്. പൊതുജനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ സാമ്പത്തികം വാങ്ങി തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ നിയമപരമായി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് പരാതിപ്പെടേണ്ടത്? തട്ടിപ്പുകൾ പല വിധത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് അരങ്ങേറുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയുള്ള തട്ടിപ്പുകൾ മിക്കവാറും പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ അറിയുന്നുണ്ട്. ഇത് മറ്റൊരു രീതിയിലുള്ള തട്ടിപ്പായി വേണം കണക്കാക്കാൻ. ഒരു പരിചയവുമില്ലാതെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഒരറിവുമില്ലാതെ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥാപനത്തിന് 150-ലേറെ പേർ പൈസ നൽകി കബളിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് വളരെ മോശം ഒരു അനുഭവമായിട്ട് വേണം കണക്കിലെടുക്കാൻ. പലപ്പോഴും ഒരു കടയിൽ നിന്നോ മറ്റോ കിട്ടാവുന്ന സാധനങ്ങളാണ് താങ്കളുടെ ബില്ലിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത്തരമൊരു തട്ടിപ്പ്, അതായത് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സാധനങ്ങളെക്കുറിച്ച്, അതെല്ലാം നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന പല പാത്രങ്ങളും മറ്റുമൊക്കെയാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടി ഇത്രയും പൈസ യാതൊരു പരിചയവുമില്ലാത്ത ഒരു സ്ഥാപനത്തിൻ്റെ പ്രതിനിധി എന്ന് പറയുന്ന വ്യക്തിക്ക് കൈമാറിയത് ഏറ്റവും വലിയൊരു തെറ്റായി പോയി എന്ന് തന്നെയാണ് നിയമവേദിക്ക് ആദ്യം പറയാനുള്ളത്.
ഇനി ഏതായാലും പറ്റിയത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നതിന് പകരം ഇത്തരം ഒരു അവസ്ഥയിൽ നിയമപരമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ളയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. കത്ത് വായിച്ചു. 150ഓളം വനിതകളുടെ ഒരു പ്രതിനിധി അയച്ച കത്താണ്. 3000 രൂപ വില മതിക്കുന്ന സാധന സാമഗ്രികൾ, ഗൃഹോപകരണങ്ങൾ 1500 രൂപയ്ക്ക് വിൽപ്പന നടത്താം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട്, പരസ്യം ചെയ്തുകൊണ്ട് ചോദ്യകർത്താവിന്റെയും മറ്റ് സ്ത്രീകളുടെ അടുത്തു നിന്നും 1500 രൂപ വാങ്ങുകയും ഇപ്പോൾ ബന്ധപ്പെടുമ്പോൾ അതിന് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയോ വാഗ്ദാനം ചെയ്ത ഗൃഹോപകരണങ്ങൾ കൊടുക്കുകയുമില്ല എന്നുള്ളതാണ് പരാതി. 1500 രൂപയ്ക്ക് 3000 രൂപയുടെ ഗാർഹിക ഉപകരണങ്ങൾ ലഭിക്കും എന്ന വാഗ്ദാനം കേൾക്കുമ്പോൾ തന്നെ അതിലെ അപായ സൂചനകൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഉണ്ടായില്ല. നിങ്ങൾ പൈസ കൊടുക്കുകയും അതിന്റെ രസീത് നിങ്ങളുടെ കൈവശം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പരസ്യം നൽകി അതിൽ പറയുന്ന കാര്യങ്ങൾ പാലിച്ചില്ല എങ്കിൽ അത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, അതായത് അധാർമികമായ വാണിജ്യ രീതികൾ എന്ന വിഭാഗത്തിൽപ്പെടും. അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് അധാർമികമായ വാണിജ്യ രീതികളും സേവനത്തിലെ ന്യൂനതകളും കൺസ്യൂമർ ഡിസ്പ്യൂട്ട്, അതായത് ഉപഭോക്തൃ തർക്കമായി കണക്കാക്കാവുന്നതാണ്. ഈ വിഷയത്തിൽ എല്ലാവിധ അധികാരങ്ങളും ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികൾക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജില്ലയിലെ ഉപഭോക്തൃ തർക്ക കോടതിയെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും 150 പേർ പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരു കേസാണിത്. കൂടാതെ നിങ്ങൾ കൊടുത്ത പൈസയ്ക്ക് അവർ രസീതി തന്നിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ പരസ്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയ രസീതിയും എല്ലാം കോടതിയിൽ ഹാജരാക്കുകയും തെളിവുകൾ കൊടുക്കുകയും ചെയ്താൽ ഒരു അനുകൂല വിധി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൗജന്യ നിയമസേവനത്തിലുള്ള അവകാശവുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജില്ലയിലെ ഉപഭോക്തൃ തർക്ക കോടതിയെ സമീപിക്കാവുന്നതാണ്. അതിനുവേണ്ടി സൗജന്യ നിയമസഹായത്തിനായിട്ട് നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെയും സമീപിക്കാവുന്നതാണ്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക്. ഈ പരാതി അയച്ചിരിക്കുന്നത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ്. പരാതി ഇപ്രകാരമാണ്. ഞാൻ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച വ്യക്തിയാണ്. 3 കുട്ടികളുടെ അമ്മയുമാണ്. എന്റെ ഭർത്താവിന് 67 വയസ്സുണ്ട്. കാലിന് സുഖമില്ലാത്തയാളാണ്. ഞാൻ വിരമിച്ചപ്പോൾ ലഭിച്ച പെൻഷൻ തുക കൊണ്ട് നോർത്ത് പറവൂരിൽ 2 സെന്റ് സ്ഥലവും വീടും വാങ്ങുകയുണ്ടായി. മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് വാങ്ങിയത്. മകൾക്ക് തുടർ പഠനത്തിനായി പുറത്തേക്ക് പോകേണ്ടതുണ്ട്. ആയതിന് പണം ആവശ്യമാണ്. അതിനാലാണ് ഞാൻ ഈ വസ്തു വാങ്ങിയത്. മകളുടെ പഠന ആവശ്യമാകുമ്പോൾ ഈ വസ്തു പണയം വെച്ചോ വിറ്റോ മകളെ പഠിപ്പിക്കാമെന്നാണ് കരുതിയത്. തുടർന്ന് മകൾക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് എന്റെ ആധാരത്തിൽ ഈ വസ്തു നിലമെന്ന പേരിലാണ് കിടക്കുന്നത്. ആയതുകൊണ്ട് തന്നെ വീടിന്റെ പേരിൽ ലോൺ തരാൻ സാധിക്കില്ല എന്ന് ബാങ്ക് മാനേജർ എന്നോട് പറയുകയുണ്ടായി. ആധാരത്തിൽ പുരയിടമെന്നും അതിന് ടാക്സ് അടച്ച രസീതും വേണമെന്നാണ് ബാങ്ക് മാനേജർ എന്നോട് പറഞ്ഞത്. തുടർന്ന് ഞാൻ എനിക്ക് വീട് നൽകിയ വ്യക്തിയോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ 6 മാസമായി ഫോം 6 ഞാൻ ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട്. കൂടാതെ അതിനുവേണ്ടി തുകയും അടച്ചിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ടും ഇത് മാറ്റപ്പെട്ടിട്ടില്ല എന്നതാണ്. ബ്രോക്കറും ഇക്കാര്യങ്ങൾ എന്നോട് പറഞ്ഞില്ല. ഇക്കാര്യങ്ങൾ ഒന്നും അറിയാതെയാണ് ഞാൻ ഈ സ്ഥലവും വീടും വാങ്ങിയത്. തുടർന്ന് നോർത്ത് പറവൂരിലുള്ള കൃഷി ഓഫീസിൽ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഫോം 5 അപേക്ഷ നൽകാൻ ആവശ്യപ്പെട്ടു. അതും പുതിയ വീട് വാങ്ങിയ വ്യക്തിയുടെ പേരിലാണ് അപേക്ഷ നൽകേണ്ടതെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഞാൻ ഫോം 5 2024 ഡിസംബർ 23-ാം തീയതി ഒരു അപേക്ഷ നൽകി. ഫോം 5 ശേഷമാണ് ഫോം 6 അപേക്ഷിക്കേണ്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്റെ ഭൂമി എത്രയും പെട്ടെന്ന് തരമാറ്റം അനുവദിച്ച് ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാവുമോ? ഭൂമി തരംമാറ്റമായി ലഭിച്ചാൽ മാത്രമേ ഈ വസ്തു പണയപ്പെടുത്തി ലോൺ ബാങ്കിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ആയതിനാൽ ഇത് എത്രയും പെട്ടെന്ന് ശരിയാവുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഭൂമി തരം മാറ്റം സംബന്ധിച്ച ഈ കാര്യം നിയമവേദി എറണാകുളം കളക്ടറേറ്റിലുള്ള ഭൂമി തരംമാറ്റം വിഭാഗത്തിൽ അന്വേഷിച്ചിരുന്നു. അതായത് പറവൂർ താലൂക്കിലെ ഭൂമി തരംമാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുന്നത് കളക്ടറേറ്റിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടറാണ്. അവിടെ നിന്ന് നിയമവേദിക്ക് ലഭിച്ച വിവരം, നിലവിൽ 2023 ലഭിച്ച തരംമാറ്റ അപേക്ഷകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. 2024 ലഭിച്ച അപേക്ഷകൾ പരിഗണിക്കാൻ ഇനി കുറച്ചുകൂടി സമയമെടുക്കും എന്നാണ് അവർ വ്യക്തമാക്കിയത്. ഇനി ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി നിയമവേദി താങ്കളുടെ അറിവിലേക്ക് പറഞ്ഞു തരാം. ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂമി അതിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടിയാണ് ഫോം 5 അപേക്ഷ നൽകുന്നത്. ആ അപേക്ഷ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം
ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിൽ പരിശോധിച്ച് കൃഷി ഓഫീസർക്ക് റിപ്പോർട്ടിനായി നൽകുന്നതാണ്. തുടർന്ന് ഡേറ്റാ ബാങ്കിൽ നിന്നും ഇത് നീക്കം ചെയ്യാം എന്ന് കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകിയതിനു ശേഷം ആണ് ഫോം 6 അപേക്ഷ നൽകേണ്ടത്. അതായത് ഭൂമി തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നൽകേണ്ടത്. ഏതായാലും ഈ പരാതിക്കാരി 2024 ഡിസംബറിലാണ് അപേക്ഷ നൽകിയത് എന്നാണ് കത്തിൽ പറയുന്നത്. അതിനാൽ കുറച്ച് മാസങ്ങൾ എടുക്കും എന്നുള്ളതാണ് നിയമവേദിക്ക് വ്യക്തമായ കാര്യം. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക്. ഇത് അയച്ചിരിക്കുന്നത് ഇടക്കൊച്ചിയിൽ നിന്നും കൃഷ്ണൻകുട്ടി. എനിക്ക് SBIയുടെ ആരോഗ്യ പ്ലസ് എന്ന ഹെൽത്ത് ഇൻഷുറൻസ് കഴിഞ്ഞ 5 വർഷമായി ഉള്ളതാണ്. 2025 ജനുവരി 13 ഈ വർഷത്തെ റിന്യൂവൽ വരേണ്ടത്. എന്നാൽ ഇപ്പോൾ ബാങ്ക് പറയുന്നത് ഈ ഇൻഷുറൻസ് നിർത്തി എന്നതാണ്. എനിക്കിപ്പോൾ 66 വയസ്സുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്ന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്. കൂടാതെ ക്യാൻസർ പേഷ്യന്റുമാണ് ഞാൻ. ഇതിന്റെ സർജറിയും മറ്റും ചെയ്തത് ഈ ഇൻഷുറൻസ് ഉപയോഗിച്ചാണ്. അസുഖം വന്നതിന് ശേഷമാണ് ഇൻഷുറൻസ് നിർത്തിയിരിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലായത്. എനിക്ക് വേറെ ഇൻഷുറൻസ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയുമില്ല. തുടർ ചികിത്സയ്ക്ക് എന്തു ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തിലാണ് ഞാൻ. തുടർന്ന് കരുതലും കൈത്താങ്ങും അദാലത്തിലേക്ക് ഇതിനായി 2024 ഡിസംബർ മാസത്തിൽ ഒരു അപേക്ഷ കൊടുത്തിരുന്നു. ഈ ഇൻഷുറൻസിന്റെ ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്നാണ് ഈ പരാതിക്കാരൻ നിയമവേദിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. താങ്കളുടെ ഇക്കാര്യം നിയമവേദി SBIയുടെ ജനറൽ ഇൻഷുറൻസ് വിഭാഗത്തിൽ അന്വേഷിച്ചിരുന്നു. നിലവിൽ ആരോഗ്യ പ്ലസ് എന്ന ഹെൽത്ത് ഇൻഷുറൻസ് നിർത്തലാക്കിയിട്ട് സൂപ്പർ ഹെൽത്ത് എന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ഇപ്പോൾ കമ്പനി തുടങ്ങിയിരിക്കുന്നത്. ആരോഗ്യ പ്ലസിൽ തുടരുന്ന കസ്റ്റമേഴ്സിന് ഈ പുതിയ പോളിസിയിലേക്ക് മാറാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ അടയ്ക്കുന്ന പ്രീമിയത്തിൽ കുറച്ച് വ്യത്യാസം വരും എങ്കിലും ആനുകൂല്യങ്ങൾ തുടരും. ഇക്കാര്യം ഇൻഷുറൻസ് വിഭാഗം ഈ പരാതിക്കാരനെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ പോളിസിയിലേക്ക് മാറുകയും പ്രീമിയം അടയ്ക്കുകയും ചെയ്തതായിട്ടാണ് നിയമവേദിയുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. നിലവിൽ ഈ പരാതിക്കാരന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് നിയമവേദി കരുതുന്നത്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക്. ഇത് അയച്ചിരിക്കുന്നത് മലയാറ്റൂരിൽ നിന്നും AC സുകുമാരൻ. മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നതിന് ഒരു റോഡില്ല. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. ഒരു റോഡ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് മുതൽ വിവിധ ഓഫീസുകളിൽ അപേക്ഷ നൽകി. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഈ സ്ഥലം വന്ന് സന്ദർശിക്കുകയും അവർക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. തോട് പുറമ്പോക്ക് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഒരു തോടൊഴുകുന്നുണ്ട്. ഇടമലയാർ കനാലിൽ നിന്നും കാർഷിക ആവശ്യത്തിനുള്ള വെള്ളവും പെയ്ത്തുവെള്ളവും ഒഴുകി കൃഷിയിടങ്ങളിൽ എത്താൻ വേണ്ടിയാണിത്. തോടിന്റെ പ്രദേശങ്ങളിലായി യഥേഷ്ടം പുറമ്പോക്ക് ഭൂമിയുമുണ്ട്. തോട് കെട്ടി സംരക്ഷിക്കുകയാണ് എങ്കിൽ സർക്കാർ മുതൽ മുടക്കിലുള്ള കനാൽ വെള്ളവും പെയ്ത്തുവെള്ളവും അലക്ഷ്യമായി ഒഴുകുകയില്ല. കൂടാതെ കൃഷിക്കും മറ്റും ധാരാളം വെള്ളം ലഭിക്കുകയും ചെയ്യും. കൂടാതെ കുടിവെള്ള പ്രശ്നത്തിനും ഇത് പരിഹാരമാകും. ഇവിടെ താമസിക്കുന്ന വീടുകളിൽ എത്താനും ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാനും സാധിക്കും. കൃഷിക്കാർക്കും കർഷക തൊഴിലാളികൾക്കും കൃഷിയിടത്ത് എത്താനും വിത്തും വളവും കാർഷിക ഉൽപ്പന്നങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും സാധിക്കും. തോട് കെട്ടി സംരക്ഷിക്കുകയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ഒരു വഴിയുമാകും. പ്രളയകാലത്ത് ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഒട്ടനവധി സാധനങ്ങൾ നശിച്ചു പോകാതെ സംരക്ഷിക്കാമായിരുന്നു. 2007 മുതൽ എല്ലാ ഗ്രാമസഭകളിലും ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. 2019 ഞങ്ങൾ സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഈ ഭാഗത്തുള്ള ഏകദേശം 25 കുടുംബങ്ങൾക്ക് ഇത് പ്രയോജനകരമാകുമെന്ന് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതിനാൽ പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് താലൂക്ക് സർവേയറോട് അഭ്യർത്ഥിച്ചതായി പറഞ്ഞിട്ടുണ്ട്. നവകേരള സദസ്സിൽ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൈമാറിയതായും തുടർ നടപടിക്കായി മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് കൈമാറിയതായും അറിയാൻ കഴിഞ്ഞു. അതിന്റെ രേഖകളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപേക്ഷയിൽ പഞ്ചായത്ത് പറയുന്നത് ഫണ്ടിന്റെ ലഭ്യത കുറവും കൊണ്ടാണ് റോഡിന്റെ നിർമ്മാണം വൈകുന്നത് എന്നാണ്. ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് റോഡ് പണി നടത്തിത്തരാമെന്ന് പഞ്ചായത്ത് അറിയിക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും യാതൊരുവിധ നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവുന്നില്ല. ഇതിന് ശാശ്വതമായ പരിഹാരത്തിന് നിയമപരമായി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? തോട് സംരക്ഷിച്ച് വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ച് യാത്രാ സൗകര്യം ഉണ്ടാക്കണം എന്നുള്ള ഈ പരാതിക്ക്
ഒരുപാട് വാതിലുകൾ മുട്ടിയിട്ടുണ്ട് എന്നാണ് പരാതിക്കാരൻ്റെ കത്ത് വ്യക്തമാക്കുന്നത്. ഇനി നിയമപരമായി എന്ത് ചെയ്യാം എന്നുള്ളതിന് ഒരു ഉപദേശം നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ ഹനീസ് മനക്കലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഒരു പ്രദേശത്തിന്റെ വഴി അവകാശമാണ് ഈ അപേക്ഷയിൽ കാണുന്നത്. അതായത് അവിടെ നിലവിൽ ഒരു പൊതു തോടും പുറമ്പോക്ക് സ്ഥലവും ഉണ്ട്. പഞ്ചായത്തിന് ഫണ്ട് അവൈലബിൾ അല്ലാത്ത, ഫണ്ടില്ലാത്ത ഒരു കാരണത്താലാണ് അവിടെ വഴി വൈകുന്നു എന്നാണ് ഈ നിങ്ങളുടെ പരാതി അപേക്ഷ കൊണ്ട് കാണുന്നത്. മുൻഗണനാക്രമത്തിൽ മാത്രമേ പഞ്ചായത്തിന് അവരുടെ ഫണ്ടുകൾക്ക് അനുസൃതമായി മാത്രമേ ഓരോ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുള്ളൂ. പക്ഷെ എന്നാലും മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ, നമ്മളുടെ വീട്ടിലോട്ടുള്ള സഞ്ചാര സൗകര്യം തയ്യാറാക്കേണ്ടത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമാണ്. അടിസ്ഥാന സൗകര്യത്തിന്റെ വികസന ഭാഗമാകുമ്പോൾ അത് പഞ്ചായത്ത് നിർബന്ധമായും ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് അത് ചെയ്യുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർക്ക് മറുപടി തരാൻ കഴിയുന്നതല്ല. നിർബന്ധമായും അവർ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്രദേശവാസികൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ പ്രദേശത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാന സൗകര്യമാണ് ഇത്രയും ആളുകൾ ഉപയോഗിക്കുന്ന പൊതുവഴിയാണെന്നും അവരെല്ലാവരും കൂടി സംഘടിച്ച് അത് സംഘടന രൂപീകരിച്ച് അതിന്റെ ഒരു പ്രതിഷേധ കമ്മിറ്റിയായി രൂപീകരിച്ച് അതിനൊരു പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും തെരഞ്ഞെടുത്ത് ആ പ്രസിഡന്റിനെ വെച്ചുകൊണ്ട് നിങ്ങൾ കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ബോധിപ്പിച്ചാൽ, സർക്കാരിനെയും കക്ഷിയാക്കി പഞ്ചായത്തിനെയും കക്ഷിയാക്കിയാൽ നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ അത് പരിഹാരമാകുമെന്നാണ് എനിക്ക് ഈ അപേക്ഷ കൊണ്ട് മറുപടിയായി പറയാനുള്ളത്. ഒരു വ്യക്തി മാത്രമാണ് അപേക്ഷ കൊടുത്താൽ അതൊരു പ്രദേശത്തിന്റെ ആവശ്യമായി വരാത്തത് കൊണ്ടാണ്. പ്രദേശത്തിന്റെ എല്ലാവരും കൂടി ചേർന്ന് അപേക്ഷ കൊടുത്താൽ ഓരോ ആൾക്കും പ്രത്യേകമായി കോഡ് ഫീ അടയ്ക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് അത് ആ പ്രദേശത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി ആ പ്രദേശം ഉപയോഗിക്കേണ്ട ആവശ്യങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആ പ്രദേശം ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൽ നിന്ന് ഒരു സെക്രട്ടറി പ്രസിഡന്റ് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ മാത്രമാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അങ്ങനെ ഇതിന് പരിഹാരം കാണാൻ കഴിയും. കോടതിയിൽ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു വ്യക്തിയുടെ പേരിലാണെങ്കിൽ ഒരു വ്യക്തിക്കും കോടതിയെ സമീപിക്കാവുന്നതാണ്. ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം നമുക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ, പിന്നോക്കത്തിൽ പെട്ടതാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വാങ്ങിച്ച് 1 ലക്ഷം രൂപയോ വരുമാനത്തിൽ 1 ലക്ഷം രൂപയോ അതിൽ താഴെ വരുമാനമുള്ള ആളുകൾക്ക് സൗജന്യമായി നിയമസഹായം ഹൈക്കോടതിയിലെ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏതെങ്കിലും അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയാൽ നിങ്ങൾക്ക് സൗജന്യമായി ഈ സേവനം ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരെ കണ്ട് അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നീതി നടപ്പാക്കുന്നതിനോട്ട് വേണ്ടി, നിങ്ങളുടെ ആവശ്യം നടപ്പിലാക്കി വരുന്ന ഒരു ഉത്തരവ് കിട്ടുന്നതിനോട്ട് വേണ്ടി നിങ്ങൾക്ക് സഹായമുണ്ടാവും. അപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സമയബന്ധിതമായി ഈ പ്രവൃത്തി തീർക്കണമെന്നും ആ പ്രവൃത്തി അടിയന്തരമായി തീർക്കണമെന്നും പറഞ്ഞ് സമയബന്ധിതമായി ഒരു ഉത്തരവ് തരുന്നതായിരിക്കും. നിങ്ങൾ എവിടെയൊക്കെ അപേക്ഷ കൊടുത്തു, എത്ര വർഷമായി ഇതിന്റെ പിന്നിൽ നടക്കുന്നു എന്നുൾപ്പെടെയുള്ള രേഖകൾ ആ റിട്ട് ഹർജിയോടൊപ്പം അതിന്റെ ഒപ്പം രേഖകളായി വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു നീതി ലഭിക്കാൻ സാധ്യതയുണ്ട്. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം TP രാജേഷ്. സഹായം നീതി MS. നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.